ഹലോ, വെൽക്കം ബാക്ക്. ഇന്നൊരു ഈസ്തെറ്റിക് പ്ലസ് വിൻറ്റേജ് വൈബിലുള്ള ഒരു ജേർണലിംഗ് ഡയറി ഉണ്ടാക്കിയാലോ ഗൈസ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പം എൻ്റെ കയ്യിലൊരു വിൻറ്റേജ് ഡയറി ഉണ്ടായിരുന്നു. അപ്പം ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതായിരുന്നു കേട്ടോ. അപ്പം അതിൽ കുറേ പേജസ് ഓൾറെഡി ജേർണലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം ബാക്കി ഉണ്ടായിരുന്ന കുറച്ച് പേജസ് എടുത്തിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഒരു ക്യൂട്ട് ജേർണലിംഗ് ഡയറി സെറ്റ് ചെയ്യാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. അപ്പം ഈ ഒരു ബുക്ക് ജേർണലിംഗ് സ്പ്രെഡ്സിന് മാത്രമായിട്ട് യൂസ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഒരുപാട് തീമിൽ വരുന്ന ജേർണൽ സ്പ്രെഡ്സ് ചെയ്യണമെന്നുണ്ട്. അപ്പം കുറച്ചധികം തീംസൊക്കെ ഞാൻ ഓൾറെഡി ചൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഓരോന്നോരോന്നായിട്ട് ചെയ്ത് തുടങ്ങണം. ഞാനിവിടെ ഡയറി ബൈൻഡ് ചെയ്യുന്നത് നമ്മുടെ ഫെവിക്കോൾ ഉണ്ടല്ലോ അത് വെച്ചിട്ടാണ് കേട്ടോ. അപ്പം ഫെവിക്കോൾ യൂസ് ചെയ്തിട്ട് പേജസൊക്കെ ബൈൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ഈ ബൈൻഡിങ് സംഭവങ്ങളൊക്കെ ഞാൻ തലേന്ന് തന്നെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം പിറ്റേന്ന് ഇന്നത്തെ ദിവസം ഞാൻ വിചാരിച്ചു എന്താ പറയുക, കവറിങ് സെറ്റ് ചെയ്തിട്ട് കവർ പേജും കൂടി റെഡിയാക്കാമെന്ന്. ഞാൻ ആദ്യം ചിന്തിച്ചത് വിൻറ്റേജ് കാർഡ് സ്റ്റോക്ക് കവർ പേജായിട്ട് സെറ്റ് ചെയ്യാമെന്നാണ് കേട്ടോ. ബട്ട് എൻ്റെ കയ്യിൽ ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു ഷീറ്റ് ഉണ്ടായിരുന്നു. അപ്പം കുറച്ചുകൂടി ക്യൂട്ട്നെസ് ഈ ഒരു ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് കവറിങ് ചെയ്താൽ കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ ചെയ്യാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. ട്രാൻസ്പെറൻറ്റ് കവറാണ് കവർ പേജായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് കവറിങ് ചെയ്യാനാണ് ഇപ്പം പ്ലാൻ ഉള്ളത്. ഇപ്പം ഡബിൾ സൈഡ് ടാപ്പ് വെച്ചിട്ട് ഈ ഒരു ട്രാൻസ്പെറൻറ്റ് ഷീറ്റിനെ ബുക്കുമായിട്ട് ബൈൻഡ് ചെയ്യണം. അപ്പം ഡബിൾ സൈഡ് ടാപ്പ് എന്താ പറയുക കഴിഞ്ഞു, അത് ഫിനിഷ് ആയിട്ടുണ്ട്. ഇനിയിപ്പം പുതിയൊന്ന് വാങ്ങിച്ചിട്ട് വേണം ഇതൊന്ന് ബൈൻഡ് ചെയ്ത് റെഡിയാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ബൈൻഡിങ് ഒക്കെ ചെയ്യാം. പിന്നെ ഇപ്പം അതിൻ്റെ കവർ പേജ് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാമെന്ന്. അപ്പോൾ ഞാൻ എടുത്ത സ്റ്റിക്കേഴ്സും കാര്യങ്ങളൊക്കെ ഞാനൊരു ഫയലിലാണ് കേട്ടോ സൂക്ഷിക്കാറ്. അത് കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. അപ്പം അതിൽ നിന്നും ഞാനൊരു എന്താ പറയുക, ഒരു വിൻറ്റേജ് തീമിൽ വരുന്ന കുറച്ച് സ്റ്റിക്കേഴ്സ് പ്രിൻ്റ് എടുത്ത് പേപ്പർ ചൂസ് ചെയ്തിട്ടുണ്ട്. അപ്പം അതിൽ നിന്ന് ആവശ്യത്തിനുള്ള സ്റ്റിക്കേഴ്സ്, ഈ ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ടുള്ള സ്റ്റിക്കേഴ്സ് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് ടെക്സ്റ്റ് വരുന്ന പ്രിൻ്റ് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഈ ഒരു ടെക്സ്റ്റ് പ്രിൻ്റ് എടുത്തത് ആ മിനി പ്രിൻ്റർ ഉണ്ടല്ലോ, അപ്പം അതിൽ നിന്ന് എടുത്ത ടെക്സ്റ്റേഴ്സ് ആണ് കേട്ടോ. അപ്പം അതാണ് ആ ഒരു പേപ്പർ ഇതിൻ്റെ സെൻട്രലായിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പിന്നെ എന്താ പറയുക, പിന്നെ ഒരു വിൻറ്റേജ് ടൈപ്പ് ലീഫിൻ്റെ സ്റ്റിക്കർ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ കട്ട് ചെയ്ത ഓരോ സ്റ്റിക്കേഴ്സും അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് എൻ്റെ ഒരു ഇഷ്ടത്തിനനുസരിച്ച് ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു വൈറ്റ് ആൻഡ് ബേജ് കളറിലാണ് കേട്ടോ ഞാൻ സ്റ്റിക്കേഴ്സ് ചൂസ് ചെയ്തിട്ടുള്ളത്. ഞാനിപ്പം ഇതൊക്കെ പ്രിൻ്റ് എടുത്തത് നോർമൽ A4 ഷീറ്റിലാണ്. അപ്പം കുറച്ച് തിക്നെസ് ഉള്ള ഒരു A4 ഷീറ്റിലാണ് കേട്ടോ ഞാൻ ഇതൊക്കെ പ്രിൻ്റ് എടുത്ത് വെച്ചിട്ടുള്ളത്. അപ്പം എന്താ പറയുക, അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലുള്ള സ്റ്റിക്കേഴ്സ് വേണമെങ്കിൽ പിൻട്രസ്റ്റിൽ അവൈലബിൾ ആണ് കേട്ടോ. അപ്പം ജേർണലിംഗ് സ്റ്റിക്കേഴ്സ് അല്ലെങ്കിൽ സ്റ്റിക്കേഴ്സ് പ്രിൻ്റബിൾ അങ്ങനെ ഓരോന്ന് സെർച്ച് ചെയ്ത് കൊടുത്താൽ നമുക്ക് നല്ല അടിപൊളി സ്റ്റിക്കേഴ്സിനെ നമുക്ക് കിട്ടും. അപ്പം പിന്നെ അവസാനമായിട്ട് ഒരു ജേർണലിന് കൂടി എഴുതിയിട്ടുണ്ട്. അതിൻ്റെ ആൽഫബറ്റ്സ് ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ ഇതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. എന്നിട്ട് പിന്നെ ജസ്റ്റ് ഔട്ട്ലൈനും കൂടി വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം സാധാരണ പെൻസിൽ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ഔട്ട്ലൈൻ വരച്ചു കൊടുക്കുന്നത്. അപ്പം ഇതാണ് ഫൈനലായിട്ടുള്ളൊരു ലുക്ക് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയെന്നൊന്ന് കമൻറ്റ് ചെയ്യട്ടോ. അപ്പം എന്താ പറയുക, നിങ്ങൾക്ക് ഇതുപോലെ ജേർണലിംഗ് സ്പ്രെഡ് ചെയ്യാൻ പറ്റിയ തീം എന്തെങ്കിലും ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട തീം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. അപ്പം പറ്റുമെങ്കിൽ ഞാനത് ചെയ്യാം. ഇനിയിപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.